ഹായ് ഹലോ ഓൾ HP ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിക് GKയിലെ വളരെ പ്രധാനപ്പെട്ട ഡാംസ് ഇൻ ഇന്ത്യയെ പറ്റിയാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ ഡാമുകളും അത് ഏത് നദിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മുഴുവൻ ക്ലാസ് കാണുക. ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ഡാം ആണ് നാഗാർജുന സാഗർ പ്രോജക്റ്റ്. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നാഗാർജുന സാഗർ പ്രോജക്റ്റ് ഈസ് ബിൽഡ് ഒരു ബൗണ്ടറിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഡാമാണ്. ഏതെല്ലാം സംസ്ഥാനങ്ങളുടെ ബൗണ്ടറിയിലാണ്? ആന്ധ്രാപ്രദേശിന്റെയും തെലുങ്കാനയുടെയും ബൗണ്ടറിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ റിവറിലാണ്. ഇനി എവിടെയൊക്കെ നോക്കാം. ആന്ധ്രാപ്രദേശിലെ പാൽനാഡു ഡിസ്ട്രിക്റ്റിലും തെലുങ്കാനയിലെ നാൽഗൊണ്ട ഡിസ്ട്രിക്റ്റിലും ബൗണ്ടറിയിലാണ് എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്? നാഗാർജുന സാഗർ പ്രോജക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് ഓപ്ഷനും ഈ ക്വസ്റ്റ്യന് സ്യൂട്ടബിൾ ആണ്. സോ മറന്നു പോകരുത്. അതൊന്ന് ആലോചിച്ച് എന്ത് ചെയ്യുക, ഉത്തരം ലോക്ക് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നാഗാർജുന സാഗർ പ്രോജക്റ്റ്, കൃഷ്ണ റിവർ, ദ ബൗണ്ടറി ബിറ്റ്വീൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രീശൈലം ഡാം. ശ്രീശൈലം ഡാം കൃഷ്ണ റിവറിൽ ആന്ധ്രാപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏത് നദിയിലാണ്? കൃഷ്ണ റിവറിലാണ്. കൃഷ്ണ റിവർ. ശ്രീശൈലം, ആന്ധ്രാപ്രദേശ്, ദ റിവർ കൃഷ്ണ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. നർമ്മദ റിവറിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാമാണ് സർദാർ സരോവർ ഡാം. ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സർദാർ സരോവർ ഡാം നർമ്മദ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉക്കായി പ്രോജക്റ്റ്. ഉക്കായി പ്രോജക്റ്റ് താപ്തി റിവറിലാണ്. താപ്തി റിവറിലാണ്. അതും ഏത് സംസ്ഥാനത്ത് തന്നെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്. എന്നിട്ട് പറയാം, ഉക്കായി പ്രോജക്റ്റ് താപ്തി റിവറിലാണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബക്രാനങ്കൽ പ്രോജക്റ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ബക്രാനങ്കൽ പ്രോജക്റ്റ് സത്ലജ് റിവറിന് കുറുകെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലാണ് ദ ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡാം ആണ് ഏത്? ബക്രാനങ്കൽ പ്രോജക്റ്റ്. ഏത് നദിക്ക് കുറുകെയാണ്? സത്ലജ് റിവറിലാണ് എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ബക്രാനങ്കൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോൾ ഡാം. കോൾ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് റിവറിലാണ്. സത്ലജ് റിവറിലാണ്. അതും എവിടെ തന്നെയാണ്? ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്തലേക്ക് പോവാം. നാഥ്പ ജാക്രി ഡാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നാഥ്പ ജാക്രി ഡാം സത്ലജ് റിവറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് എന്തും സ്ഥിതി ചെയ്യുന്നത്? നാഥ്പ ജാക്രി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ HP ഹിമാചൽ പ്രദേശിലെ 3 ഡാംസ് ഇപ്പോ കഴിഞ്ഞു. നാഥ്പ ജാക്രി 1, കോൾ ഡാം 2, ബക്രാനങ്കൽ 3. 3 മറന്നു പോകരുത്. ഇത് 3 എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അടുത്തിലേക്ക് പോവാം. ചമേര ഡാം. ചമേര ഡാം ഈസ് ഓൾസോ രവി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ ഇൻ ഹിമാചൽ പ്രദേശ്. ഇതും ഹിമാചൽ പ്രദേശിലെ ഡാമാണ് ചമേര ഡാം. അത് പക്ഷേ സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? രവി റിവറിലാണ്. രവി റിവറിലാണ്. മറന്നു പോകരുത്. ചമേര ഡാമും ഇവിടെ തന്നെയാണ്, ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഇപ്പൊ 4 ഡാം പഠിച്ചു. ഹിമാചൽ പ്രദേശിലെ 4 പഠിച്ചു. ചമേര ഡാം രവി റിവറിലാണ്, ഹിമാചൽ പ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് പോങ് ഡാം. പോങ് ഡാം എവിടെ തന്നെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. പക്ഷേ ബിയാസ് റിവറിന് കുറുകെയാണ് എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്? പോങ് ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. പോങ് ഡാം ഇപ്പൊ 5 എണ്ണമായി. പോങ് ഡാം കൂടെ ചേർത്ത് 5 ഡാമായി. എവിടത്തെ? ഹിമാചൽ പ്രദേശിലെ 5 ഡാമായി. ബിയാസ് റിവറിന് കുറുകെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബഗ്ലിഗഡ് ഡാം. ബഗ്ലിഗഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് ചെനാബ് റിവറിലാണ്. ചെനാബ് റിവർ ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബഗ്ലിഹർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് റിവറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബഗ്ലിഹർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സലാൽ പ്രോജക്റ്റ്. സലാൽ പ്രോജക്റ്റ് ഈസ് ബിൽഡ് ഇൻ ദ റിവർ. അതും ചെനാബ് തന്നെയാണ്. എവിടെ തന്നെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തതാണ് നമ്മൾ എവിടെ പഠിക്കുന്ന? ജമ്മു ആൻഡ് കാശ്മീരിൽ പഠിക്കുന്ന രണ്ടാമത്തെ ഡാം ആണ് ഏത്? സലാൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മുന്നേ പഠിച്ചതാ ബഗ്ലിഹർ ഡാം ചെനാബ് റിവറിൽ തന്നെയാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതുപോലെ തന്നെ എന്തും പഠിക്കണം? സലാൽ പ്രോജക്റ്റ് അതും ചെനാബ് റിവറിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഉറി ഡാം. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജലം റിവറിലാണ്. ജലം അതും എവിടെ തന്നെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെയാണ്. അപ്പൊ ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജലം റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇപ്പൊ 3 ആയല്ലോ. ഏതൊക്കെയാ 3? റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. ബഗ്ലിഹർ ഡാം. ബഗ്ലിഹർ ഡാം ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അത് ഏത് നദിയിലായിരുന്നു? ചെനാബ് റിവറിലായിരുന്നു. അടുത്ത്
11ാമത് പഠിച്ച സലാൽ പ്രൊജക്ട് എവിടെയാണ്? അതും ചെനാബ് റിവറിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതിനുശേഷം പഠിച്ചതാ ഉറി ഡാം. ഉറി ഡാം എവിടെ തന്നെയാണ്? ജലം റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെയാണ് എന്തും സ്ഥിതി ചെയ്യുന്നത്? ഉറി ഡാമും സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോസി പ്രൊജക്ട്, വെരി വെരി ഇമ്പോർട്ടന്റ്. കോസി പ്രൊജക്ട് കോസി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാറിലാണ്. ബീഹാർ. ക്ലിയർ അല്ലേ? കോസി പ്രൊജക്ട് കോസി റിവറിലാണ്, ബീഹാർ സംസ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്? കോസി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോവാം. ആൽമാട്ടി ഡാം. ആൽമാട്ടി ഡാമിന് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ ആൽമാട്ടി ഡാമിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം. ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നും എന്തറിയപ്പെടാറുണ്ട്? ആൽമാട്ടി ഡാം അറിയപ്പെടാറുണ്ട്. ഏത് റിവറിൽ തന്നെയാണ്? കൃഷ്ണ റിവറിലാണ്, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. മറന്നു പോകരുത്. ആൽമാട്ടി ഡാം, ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം കൃഷ്ണ റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തതിലേക്ക് പോവാം. കൃഷ്ണരാജസാഗർ ഡാം. കൃഷ്ണരാജസാഗർ ഡാം കാവേരി നദിയിലാണ്, അതും കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? കൃഷ്ണരാജസാഗർ ഡാം കാവേരി റിവറിലാണ്, അതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. നമ്മളിപ്പോൾ കർണാടകയിൽ കുറച്ചായി. നിങ്ങൾ സോർട്ട് ചെയ്ത് പഠിക്കുക. ഒരു സംസ്ഥാനത്തിന്റെ തന്നെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് മനസ്സിൽ ആലോചിച്ച് പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. അത്രമാത്രം ഫിൽട്ടർ ചെയ്തുണ്ടാക്കിയതാണ് ഈ നോട്ടെല്ലാം. അടുത്തതിലേക്ക് പോവാം. തുംഗഭദ്ര ഡാം. തുംഗഭദ്ര ഡാം തുംഗഭദ്ര റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതും കർണാടകയിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? തുംഗഭദ്ര ഡാം തുംഗഭദ്ര റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ്. ഇപ്പൊ കർണാടക കുറെ ആയില്ലേ? അടുത്തതിലേക്ക് പോവാം. ഇടുക്കി ഡാം. ഇടുക്കി ഡാം പെരിയാർ റിവറിലാണ്, കേരളയിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടുക്കി ഡാം പെരിയാർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, കേരള സ്ഥിതി ചെയ്യുന്നു. അടുത്ത് മുല്ലപ്പെരിയാർ ഡാം ആണെങ്കിലും ഏത് നദി തന്നെയാണ്? പെരിയാർ റിവറിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതും കേരളയാണ്. ക്ലിയർ അല്ലേ? രണ്ടെണ്ണമായി കേരളത്തിലെ. അടുത്ത ചെറുതോണി ഡാം. ചെറുതോണി ഡാം പെരിയാർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതും കേരളയാണ്. മറന്നു പോകരുത്. ചെറുതോണി ഡാം പെരിയാർ റിവറിലാണ്, കേരളയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തതിലേക്ക് പോവാം. ബാണസാഗർ ഡാം. ബാണസാഗർ ഡാം സോൺ റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് ബാണസാഗർ ഡാം. സോൺ റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? വെരി ഇമ്പോർട്ടന്റ് ആണ്. ബാണസാഗർ ഡാം സോൺ റിവർ, മധ്യപ്രദേശ്. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ഇന്ദിരാസാഗർ ഡാം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇന്ദിരാസാഗർ ഡാം നർമ്മദ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ലാർജസ്റ്റ് റിസർവോയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവോയർ ഉത്തരം എന്താണ്? ഉത്തരം ഇന്ദിരാസാഗർ ഡാം ആണ്. ഏത് നദിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നു? നർമ്മദ റിവറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നു, മധ്യപ്രദേശ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്ദിരാസാഗർ ഡാം നർമ്മദ റിവർ, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാർജസ്റ്റ് റിസർവോയർ ഇൻ ഇന്ത്യ. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ഗാന്ധിസാഗർ ഡാം. ഗാന്ധിസാഗർ ഡാമും മധ്യപ്രദേശിലാണ്, ചാമ്പൽ റിവറിൽ എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഗാന്ധിസാഗർ ഡാം ചാമ്പൽ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. കൊയ്ന ഡാം. കൊയ്ന ഡാം ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഒരു പ്രീവിയസ് ഇയർ റെയിൽവേ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. കൊയ്ന ഡാം കൊയ്ന റിവറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്, മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? കൊയ്ന ഡാം കൊയ്ന റിവറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. കൊയ്ന ഡാം മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു, മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തതിലേക്ക് പോവാം. ഫരാക്ക പ്രോജക്റ്റ്. ഇതൊരു ബാരേജ് ആണ്. ഫരാക്ക പ്രൊജക്ട് ഒരു ബാരേജ് ആണ്. ബാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഫ്ലഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലയിടത്ത് അത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫരാക്ക ഇസ് ആൻ ഇമ്പോർട്ടന്റ് ബാരേജ്. മറന്നു പോകരുത്. ബിൽഡ് ചെയ്തിരിക്കുന്നത് ഗംഗാ റിവറിലാണ്, വെസ്റ്റ് ബംഗാൾ. ഐ തിങ്ക് നമ്മുടെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട്, ബംഗ്ലാദേശുമായിട്ടുള്ള വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ് ആക്ച്വലി ഈ ഫരാക്ക പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തതിലേക്ക് പോവാം. അതായത് ബംഗ്ലാദേശിന് നമ്മൾ വെള്ളം കൊടുക്കുന്നത് ഈ ഫരാക്ക പ്രൊജക്റ്റ് വഴിയാണ്. അടുത്തതിലേക്ക് പോവാം. ഹിരാക്കുഡ് ഡാം മഹാനദിയിലാണ്, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ദ ലോങ്സ്റ്റ് എർത്ത് ഡാം ഇൻ ദ വേൾഡ്. ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ എർത്ത് ഡാം ആണ് ഇത്, ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ദ ലോങ്സ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഓൾസോ ഹിരാക്കുഡ് ഡാം ആണ്. മഹാനദി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷയിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോവാം. ഇന്ദിരാവതി ഡാം.
ഇന്ദിരാവതി ഡാം ഇന്ദിരാവതി റിവറിൽ ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇന്ദിരാവതി ഡാം ഇന്ദിരാവതി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തലേക്ക് പോവാം. രഞ്ജിത് സാഗർ ഡാം ഒരു തീൻ ഡാം. രഞ്ജിത് സാഗർ ഡാം രവി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. രഞ്ജിത് സാഗർ ഡാം തീൻ ഡാം എന്നറിയപ്പെടുന്നു, രവി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, പഞ്ചാബിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അടുത്തലേക്ക് പോവാം. റാണ പ്രതാപ് സാഗർ ഡാം ചാമ്പൽ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാണ പ്രതാപ് സാഗർ ഡാം ചാമ്പൽ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. അടുത്തലേക്ക് പോവാം. ജവഹർ സാഗർ ഡാം അതും ചാമ്പൽ റിവറിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. ജവഹർ സാഗർ ഡാം ചാമ്പൽ റിവറിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അടുത്തലേക്ക് പോവാം. ഭവാനി സാഗർ ഡാം ഭവാനി സാഗർ ഡാം തമിഴ്നാടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഭവാനി റിവറിന് കുറുകെയാണ് എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്തലേക്ക് പോവാം. മേട്ടൂർ ഡാം മേട്ടൂർ ഡാം തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നു, കാവേരി നദിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ബിൽഡ് ചെയ്തിരിക്കുന്നു. മേട്ടൂർ ഡാം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു, കാവേരി റിവറിൽ എന്ത് ചെയ്തിരിക്കുന്നു, ബിൽഡ് ചെയ്തിരിക്കുന്നു. അടുത്തലേക്ക് പോവാം. കല്ലണൈ ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ആനിക്കട്ട് എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ബിൽറ്റ് ബൈ ചോള ഡൈനസ്റ്റി. ഏത് രാജാവാണ് ബിൽഡ് ചെയ്തത്? കരികാല ചോള. കരികാല ചോള AD 150 ബിൽഡ് ചെയ്തതാണ്. ക്ലിയർ അല്ലേ? കരികാല ചോള ബിൽഡ് ചെയ്തതാണ്. കല്ലണൈ ഡാം ഗ്രാൻഡ് ആനിക്കട്ട് എന്നറിയപ്പെടുന്ന ഡാം ബിൽഡ് ചെയ്തിരിക്കുന്ന ആരാണ്? കരികാല ചോള കെട്ടിയതാണ്. ഓക്കെ അല്ലേ? അടുത്തലേക്ക് പോവാം. റിഹന്ത് ഡാം റിഹന്ത് ഡാമിന് വേറൊരു പേര് ഇവിടെ ഉണ്ട്, ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ഡാം. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാമാണ് റിഹന്ത് ഡാം എന്നറിയപ്പെടുന്നത്. അത് റിഹന്ത് റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. അടുത്തലേക്ക് പോവാം. ടെഹരി ഡാം ടെഹരി ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഹൈയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ആണ് ടെഹരി ഡാം. ഭാഗീരഥി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഉത്തരാഖണ്ഡിൽ എന്ത് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. അടുത്തലേക്ക് പോവാം. ലാക്വർ ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത് യമുന റിവറിലാണ്, അതും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ലാക്വർ ഡാം യമുന റിവറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നു, ഉത്തരാഖണ്ഡിൽ എന്ത് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. അടുത്തലേക്ക് പോവാം. കോതേശ്വർ ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത് എവിടെ തന്നെയാണ്? ഭാഗീരഥി റിവറിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെ? ഉത്തരാഖണ്ഡിൽ തന്നെ. കോതേശ്വർ ഡാം ഭാഗീരഥി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഉത്തരാഖണ്ഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അടുത്തലേക്ക് പോവാം. ധൗലി ഗംഗ ഡാം വെരി ഇമ്പോർട്ടന്റ്. ധൗലി ഗംഗ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ധൗലി ഗംഗ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഉത്തരാഖണ്ഡിൽ തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ധൗലി ഗംഗ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധൗലി ഗംഗ ഡാം ധൗലി ഗംഗ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഉത്തരാഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അടുത്തലേക്ക് പോവാം. രാജ്ഗഡ് ഡാം ഉത്തർപ്രദേശ് മാത്രമല്ല, ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും ഗവൺമെന്റ്സ് ഒരുമിച്ച് ബിൽഡ് ചെയ്തൊരു ഡാമാണ് രാജ്ഗഡ് ഡാം. മറന്നുപോകരുത്. രാജ്ഗഡ് ഡാം ബേത്വ റിവർ തന്നെയാണ്. രാജ്ഗഡ് ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശ് മാത്രമല്ല, ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ് ടുഗദർ കെട്ടിയ ഡാമാണ് എന്തോന്ന്? രാജ്ഗഡ് ഡാം. മറന്നുപോകരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷനിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ് മാത്രമാണെങ്കിൽ അത് ലോക്ക് ചെയ്യാം. ഇനി ഉത്തരാഖണ്ഡ് ഇല്ല, മധ്യപ്രദേശ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോക്ക് ചെയ്യാം. അത് രണ്ടും ശരി ഉത്തരമാണ്. അടുത്തലേക്ക് പോവാം. കടന ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാഹി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഗുജറാത്തിൽ എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു. കടന ഡാം മാഹി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഗുജറാത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? സ്ഥിതി ചെയ്യുന്നു. അടുത്തലേക്ക് പോവാം. ശിവനസമുദ്ര ഡാം കാവേരി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ദ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ ഏഷ്യ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ് ഏത്? ശിവനസമുദ്ര ഡാം എന്ന് പറയുന്നത്. 1902 എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത്? ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ ഏഷ്യയായ ശിവനസമുദ്ര ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി റിവറിലാണ്, കർണാടക സംസ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് ബാണാസുര സാഗർ ഡാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, കബനി റിവറിലാണ് എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യസ് ലാർജസ്റ്റ് എർത്ത് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആണ്. ക്ലിയർ അല്ലേ? ബാണാസുര സാഗർ ഡാം കബനി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്.
കേരളയിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോവാം. ഖുഗ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖുഗാർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, മണിപ്പൂരിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഖുഗാർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, മണിപ്പൂരിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത തിപ്പായി മുക്ക് ഡാം ബാരക് റിവറിലാണ്, അതും എവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തിപ്പായി മുക്ക് ഡാം എന്ന് പറയുന്നത് ബാരക് റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ്. അടുത്ത 45 മെയ്തൺ ഡാം സ്ഥിതി ചെയ്യുന്നത് ബരാക്കർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ജാർഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. മെയ്തൺ ഡാം ബരാക്കർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ജാർഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? മെയ്തൺ ഡാം ബരാക്കർ റിവറിലാണ്, ജാർഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഗംഗ്രേൽ ഡാം മഹാനദിക്ക് കുറുകെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഛത്തീസ്ഗഡിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ്രേൽ ഡാം മഹാനദിക്ക് കുറുകെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഛത്തീസ്ഗഡിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോവാം. മുല ഡാം സ്ഥിതി ചെയ്യുന്നത് മുള റിവറിലാണ്, മഹാരാഷ്ട്രയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് എന്തുള്ളത്? മുല ഡാം ഉള്ളത്. ഏത് നദിയിലാണ്? മുള റിവറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ശ്രീരാം സാഗർ ഡാം, വെരി ഇമ്പോർട്ടന്റ്. ശ്രീരാം സാഗർ ഡാം ഗോദാവരി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, തെലുങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെലുങ്കാനയിൽ. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രീരാം സാഗർ ഡാം ഗോദാവരി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, തെലുങ്കാനയിൽ എന്ത് ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചുദക് ഡാം സുരൂർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ലഡാക്കിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചുദക് ഡാം സുരൂർ റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ലഡാക്കിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. സോ ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ഡാംസ്. ഇത്രയും നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക. ഇതിന് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. So thank you for watching HB classes. Thank you very much.